നമസ്കാരം. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. ഇറാനിലെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ. ഇസ്മായിൽ ഹനിയയ്ക്കൊപ്പം ഹനിയുടെ അംഗരക്ഷകനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹമാസ് നേതൃത്വം അറിയിക്കുന്നതും ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത തന്നെയാണ്. ഇറാന്റെ പുതിയ പ്രസിഡന്റായ മസൂദ് പൊസഷ്ക്യാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിലെത്തിയത്. വളരെ കാലമായി ഇസ്മായിൽ ഹനിയ ഖത്തറിൽ തന്നെ കഴിയുകയായിരുന്നു. അവിടെ നിന്നായിരുന്നു ഹമാസിന്റെ പ്രവർത്തനങ്ങളെ ഇസ്മായിൽ നിയന്ത്രിച്ചിരുന്നതും. ഹനിയയുടെ വധത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്നാണ് ഹമാസ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഒക്ടോബർ 7 സംഭവിച്ച ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഇസ്മായിൽ ഹനിയെ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്മായിൽ ഹനിയെ വകവരുത്തുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. പക്ഷേ ഖത്തറിൽ വെച്ച് ഹനിയെ പിടികൂടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതിനാലാവണം ഇസ്മായിൽ ഹനിയയ്ക്കെതിരെ ടെഹ്റാനിൽ വെച്ച് ഇത്തരമൊരു നീക്കമുണ്ടായത്. വർഷങ്ങളായി ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ മുഖ്യ ശക്തികളിൽ ഒരാൾ ഇസ്മായിൽ ഹനിയായിരുന്നു. ഇത് ഹമാസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ച് ഇറാനാണ് ഇവർക്ക് സംരക്ഷണം നൽകുന്നതിൻ്റെ പിന്നിൽ എന്നുള്ള ആരോപണം ഒരിക്കൽ കൂടി ശരിവെക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഹമാസ് പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനാ നേതാവിനെ ചടങ്ങിന് ക്ഷണിക്കുക വഴി ഇറാൻ അത് ഒരിക്കൽ കൂടി തെളിയിച്ചു.